അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഓസ്ലോയിൽ നിന്നും ലുഫോത്തൻ നോർഡ്കാപ്പിലോട്ട് ഒരു റോഡ് ട്രിപ്പ് യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷം കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് നോർഡ്കാപ്പിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ അതാ തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് അവിടെ ഇങ്ങനെ കുറേ സാമി ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. അതായത് നോർവേയുടെ നോർത്തേൺ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ ഓരോ ഷോപ്പും കാര്യങ്ങളും അവർ വളർത്തുന്ന എൽഗിനെയൊക്കെ കണ്ട് നമ്മളിതാ നേരെ താഴോട്ട് ഇറങ്ങട്ടോ. ഒരു ചുരം പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ മലകളൊക്കെ, അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സിക്സാക് ടൈപ്പിലുള്ള റോഡൊക്കെ ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ചിട്ടൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ അവിടെ കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ആ ഏരിയയിൽ ഡ്രോണ് എലോ അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാഞ്ഞ്. അപ്പോൾ അതാ ഇവിടെ നമുക്ക് നോർഡ്കാപ്പിൽ ആകെ ഒരു ചെറിയ ടൗൺ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. പിന്നെ ആദ്യം പറയാണ് നമ്മൾ വരുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണെങ്കിലും ഇവിടെ ഓസ്ലോ എത്തോളല്ല എല്ലാ വീഡിയോസും ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കുറച്ച് പ്രീഷ്യസാണ് തോന്നുന്ന, അതുപോലെ നല്ല ഭംഗിയുണ്ട് വെറൈറ്റിയാണ് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. എത്ര ഭംഗിയുള്ള കാര്യങ്ങളായാലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബോറാവുമല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടോ. ഈ റോഡിൻ്റെ ഭംഗി കണ്ടോ, ഒരു നേരമായിട്ടുള്ള ഒരു റോഡ്. ഇപ്പോൾ കണ്ടോ നല്ല സിഗ്സാഗ് ഇതിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. അതിൻ്റെ ഫുള്ള് ചുറ്റുഭാഗവും നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള മലകളാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. പിന്നെ അന്ന് മഴയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ ഈ വഴിയും ഈ റോഡുകളൊക്കെ പോണത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ചുരം പോലത്തെ റോഡ് കഴിഞ്ഞിങ്ങനെ പിന്നെ പോണ വഴിയിൽ ഈ മലകളൊക്കെ അല്ലേ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ബുക്സൊക്കെ ഇങ്ങനെ അടുക്കി വെക്കൂലേ, ഇതിനെന്തോ മാർബിൾ മലകൾ എന്നോ അങ്ങനെ എന്തോ പേരിട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തോണ്ട് തന്നെ പേരൊക്കെ വിട്ടുപോയി. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ശരിക്കും നമ്മൾ ഈ ബുക്ക് അടുക്കി വെച്ച പോലെ തോന്നണില്ലേ. ഇത് കുറച്ചൊന്നുമല്ല കേട്ടോ, ഈ കാണുന്ന ഏരിയയിലുള്ള മലകളൊക്കെ ഇതാ ഇങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോർത്ത് ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ റെയിൻഡിയറും മോസിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കണേ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഓരോ ഏരിയയിലെത്തുമ്പോൾ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും, ഇവിടെ റെയിൻഡിയർ ഉണ്ട് മോസ് ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. റെയിനൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. അന്നത്തെ സ്കൈ കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ സ്കൈയും ആ ഒരു വഴിയും പിന്നെ ആ ഡ്രൈ മലകളൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് പച്ചപ്പൊക്കെ തുടങ്ങിയിരുന്നേ. പിന്നെ നമ്മൾ പോണ വഴിയിൽ ആൾട്ടയിലുള്ള കത്തീഡ്രൽ ഓഫ് നോർത്തേൺ ലൈറ്റ്സ് കണ്ടിട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു പോണത് ഫിൻലൻഡ് വഴിയാണ്. അങ്ങനെ നമ്മൾ നേരെ യാത്ര തുടങ്ങി അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒഴിഞ്ഞ സ്ഥലങ്ങളാട്ടോ. ഇത്രയും ടൈം നമ്മൾ മലകളും കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടേ. പക്ഷെ ഇതൊക്കെ നിരന്ന പറമ്പ് പോലെ. നമ്മൾ ഫിൻലാൻഡിൻ്റെ തന്നെ നോർത്തേൺ ഏരിയ കൂടെ കേട്ടോ പാസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇഷ്ടം പോലെ തന്നെ മോസിനെ കാണാൻ പറ്റി. ആ മോസിനിലാറെ വലിയ കൊമ്പൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റിട്ടോ. അവർ നമ്മളെ വണ്ടിൻ്റെ കൂടെ വന്നിട്ടും റോഡ് വഴി പാസ് ചെയ്യുമ്പോഴും നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റി. പിന്നെ ഫിൻലാൻഡിൽ അന്ന് നമ്മൾ താമസിച്ചത് ഈ ഒരു വീട്ടിലായിരുന്നു കേട്ടോ. ഒരു വലിയൊരു വീട്, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള. നമ്മൾ സാധാരണ പോലെ ക്യാബിനാണ് ബുക്ക് ചെയ്തത്. അവിടെ ചെന്നപ്പോഴാണ് അതൊരു വീടായിരുന്നു കേട്ടോ. അത്യാവശ്യം അധികം മുറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ നല്ല സൗകര്യമുള്ളൊരു വീടായിരുന്നു കേട്ടോ. പക്ഷെ മുറ്റത്തൊന്നും നമ്മൾ ഇറങ്ങിയ കുട്ടിയെ കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും നമ്മൾ പോയതേ ഇല്ല. കാരണം ഫിൻലാൻഡിൽ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര കൊതുകായിരുന്നു കേട്ടോ. കൊതുക് അങ്ങനെ ആർത്തിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല. കാരണം മക്കൾക്കൊക്കെ കൊതുക് അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. നമ്മൾ ലൈറ്റ് കണ്ടിട്ട് നോക്കണ്ട, നല്ല ലൈറ്റ് ആയിട്ടിട്ട് എത്തിയത്. ഏകദേശം 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ചെന്നു നമ്മൾ പിന്നെ വേഗം ഉറങ്ങി. അപ്പം നമ്മളിതാ ഓപ്പൺ ചെയ്ത് വരുന്ന ഇവിടെ തന്നെ ഷൂവും ജാക്കറ്റൊക്കെ വെക്കാനുള്ള നല്ല സൗകര്യമുള്ള റൂം കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ ഒരു ചെറിയൊരു ഹാള്, ഇവിടെ തന്നെയാണ് ഇതിന്റെ ബാത്റൂം ഇട്ടാ. ഇതൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാന്. ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ. അതെ. ഇനി ഈ ബാത്റൂമിന്റെ സ്പെഷ്യാലിറ്റി കാണിച്ചത്, ഇത് സാധാരണ പോലെ തന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങള്, ബാത്തിങ് ഇരിക്കും, ഇതൊക്കെ നോർമലേ. ഇത് കണ്ടോ
എല്ലാ സെറ്റപ്പും വേണി ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തത് നമ്മൾ ഹാളിലേക്ക് ഹോള് കം കിച്ചൺ കിച്ചണ് എല്ലാം ഉണ്ട് കേട്ടോ. പാത്രം പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടാണ്, ശരിക്കൊരു വീടാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളതുണ്ട്. ഇവിടുത്തെ സ്റ്റൂവാണ്. ഇപ്പൊ ഞങ്ങള് സാധനം വെച്ചാൽ കേട്ടത് നമ്മള് ഫുഡും കാര്യങ്ങളും. ഇവിടെ പൈസ ഉണ്ട്, സ്റ്റൗ, ഇത് ഹീറ്റർ, ഇത് സോഫ, പിന്നെ 2 ബെഡ്റൂം അല്ലേ. ബെഡ്റൂം, ഇത് കിഡ്സ് റൂമാണ്. ഇതിൽ എല്ലാം വിൻഡോ തുറന്നിട്ടുണ്ട്. നല്ല കൊതുകിന്റെ ശല്യമുണ്ട്. അത് മാസ്റ്റർ റൂം. ഇതിപ്പോൾ നമ്മൾ ഫിൻലാൻഡ് വഴിയാണ് നമ്മൾ തിരിച്ച് ഒസ്ലോക്ക് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ക്യാബിൻസ് ചെക്ക് ചെയ്തപ്പോൾ ഇവരതൊന്നും നല്ല റിവ്യൂസൊക്കെ ഉള്ളത് കണ്ടപ്പോൾ വെറുതെ പിന്നെ വിളിച്ച് ചോദിച്ചാണ് ക്യാബിൻ അവൈലബിൾ ഉണ്ട്, ഒരു നൈറ്റ് സ്റ്റേ ചെയ്യണമെന്ന്. അപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഒരു ഫുൾ വീട് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഹൗസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് അവർ ക്യാബിൻ്റെ അവരുടെ കയ്യിലുള്ള ക്യാബിൻസ് ഏതെങ്കിലും ഒന്ന് അവൈലബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത്ര ഇങ്ങനെ ഒരു വീടാണ്. അത് ഇവർ തന്നെ വേറൊരു ക്യാബിൻ സ്പോട്ടായിട്ട് കുറച്ച് അപ്പുറത്തുണ്ട്, അതായത് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പോൾ ഞാൻ അവിടെയാണ് വന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ അവരവിടെ ആൾ വന്ന് ഈ കീ തന്ന് പറഞ്ഞാണ് ഇങ്ങനെ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇങ്ങനെ വന്ന് ഒരു വീടിൻ്റെ അടയാളം കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഇതൊരു വലിയ വീടാണ്. ഈ ഒരു വീടിന് ശരിക്കും നമ്മൾ ഈ ഒരു നൈറ്റ് ഒരു ഡേ, അതായത് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ 1000 ക്രോണ് മാത്രമേ ഉള്ളൂ. അത് വളരെ ചീപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ചീപ്പാണ്. ഇങ്ങനത്തെ ഒരു വീടിനൊക്കെ നമ്മൾ എയർബിഎൻബിയിലോ അല്ലെങ്കിൽ നോർവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിൻലാൻഡിൽ സംഗതി ഈ കാര്യങ്ങളൊക്കെ ചീപ്പാണെന്നാണ് തോന്നുന്നത്. സത്യത്തിൽ അറിയില്ല, കാരണം നമുക്ക് ഏതായാലും ഇത് നമുക്ക് ഇപ്പോൾ ഇത്രത്തോളം നമ്മൾ ട്രാവൽ ചെയ്തതും പിന്നെ എയർബിഎൻബി, booking.com പല രീതിയിൽ നമ്മൾ ക്യാബിൻസ് ബുക്ക് ചെയ്തൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഇത് വളരെ ചീപ്പാണ് ഏതായാലും. പിന്നെ എന്താ വെച്ചാൽ ആകെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഇവിടെ മാത്രമല്ല, ഈ ഏരിയയിൽ മൊത്തം നല്ല കൊതുകുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞു, പിന്നെ റൂമിലോട്ട് കയറുന്ന സമയത്ത് ജസ്റ്റ് ഡോറ് തുറക്കുക, ഉള്ളിലോട്ട് കയറുക, നല്ല കൊതുകുണ്ട്. നമ്മൾ വന്ന റൂട്ടൊക്കെ ഫുള്ളി കാടുകൾ, അല്ലെങ്കിൽ ഒരു ചെറിയ കാടുകളില്ല, തിങ്ങിടക്കണ ഈ തിങ്ങിക്കുള്ള കാടുകൾ, ചെറിയ അതുപോലുള്ള റൂട്ടിലൂടെ കംപ്ലീറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല, നിറച്ച് കംപ്ലീറ്റ് കൊതുകാണ്. നോക്കട്ടെ എൻ്റെ ബാക്ക്. ഇത് എൽഗ് വരുന്ന സ്ഥലമാണോ? കണ്ടത് അവിടൊക്കെ അത് കൊതുക്. ഇതാ വിൻഡോ കാണാൻ പറ്റും, നല്ല വലിയ കൊതുകുകൾ കേട്ടോ അവിടെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ കയ്യിൽ ഏതായാലും കൊതുകിൻ്റെ എന്താ പറയുക, കൊതുകിന് കത്തിച്ച് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഫിൻലൻഡിലാട്ടോ. അപ്പം നമ്മൾ ഇന്നലെ താമസിച്ച വീട് നിങ്ങൾ കണ്ടില്ലതാ, ഇതാണ് ആ വീട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇനി പോവാണ്. ഇനി നമ്മൾ നേരെ പോണ വഴിയിൽ ഇന്ന് രാത്രി സ്വീഡനിലൊരു ക്യാമ്പിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞില്ല ഇവിടെ കൊതുക് ഉണ്ടെന്ന്, അത് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരതാ. ഇത് കണ്ടോ, ഇത് ഫുള്ള് കൊതുക് ഇതിന് വന്ന് തട്ടി ചത്തിട്ടുണ്ട്. സിയോന്റെ സൈഡ് സിയോന്റെ കൂടെ നിൽക്കണേ. എത്ര ദൂരം എടുത്ത് നിക്കടാ. നോർവേയിൽ നമ്മൾ കുറെ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ നല്ല കാഴ്ചകൾ കണ്ടിട്ടാണ് പോയിരുന്നത്. അതായത് നല്ല മലകളും പിന്നെ ഫ്യോർഡും എല്ലാം കണ്ടിട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫിൻലാൻഡിൽ നിന്ന് ആൾട്ടേന്ന് ഏകദേശം ഫിൻലാൻഡ് കയറുന്ന വഴിക്ക് കുറച്ച് കയറിയതിന് ശേഷം മുതൽ ഇതേ രണ്ട് സൈഡ് ഇതുപോലെ പിന്നെ 2 സൈഡ് മരങ്ങൾ, മൊത്തം മരങ്ങളായിട്ട്. അതായത് നമ്മൾ പുറത്തോട്ടുള്ള കാഴ്ചകളൊന്നും കാണില്ല. പക്ഷെ ഇത് മെയിൻ റോഡാണ്, അതായത് E8 ആണ്. E8 സ്വീഡനിലോട്ടൊക്കെ ടച്ച് ആവുന്ന, നോർവേയിലോട്ട് വരെ ടച്ച് ആവുന്ന E8 ആണ്. അതിൻ്റെ ഇടയ്ക്ക് മാറ്റമുണ്ട്. പക്ഷെ ആ മെയിൻ റോഡിൽ. പക്ഷെ ഇവിടെ മൊത്തം നമ്മൾ കണ്ടത് ഇപ്പോൾ കുറേ കിലോമീറ്ററായി, 100 ഏകദേശം അതിൻ്റെ മുകളിൽ കിലോമീറ്ററായി. 2 സൈഡിലും ഇതുപോലെ കംപ്ലീറ്റ് മരങ്ങൾ, അതിൻ്റെ അടിയിലൂടെ അങ്ങനെ പോവാം. നമ്മൾ നോർത്തേൺ നോർവേൻ്റെ, അതുപോലെ നോർത്തേൺ ഫിൻലാൻഡ്, അതുപോലെ സ്വീഡൻ്റെ ഒക്കെ നോർത്ത് സൈഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ കഴിയണ കേട്ടോ ഈ എൽഗകൾ. നമ്മൾ നോർത്തേൺ നോർവേൻ്റെ അങ്ങോട്ട് അൾട്ട നോർത്ത് കേപ്പിലൊക്കെ പോകുമ്പോൾ കുറേ വട്ടം കണ്ടിരുന്നു. നമ്മളവിടുത്തെ ക്യാബിനൊക്കെ നിന്നിടത്തൊക്കെ ക്യാബിൻ്റെ മുമ്പിലൂടെയൊക്കെ ശരിക്കും പാസ് ചെയ്തിരുന്നു.
അപ്പൊ ഇതിപ്പോ ഫിൻലാൻഡിലാണുള്ളത്. ഇതിവിടെ കുറെ കണ്ടിട്ടോ ഞങ്ങള് വരുന്ന വഴിക്ക്. പിന്നെ സ്വീഡനിലോട്ടൊക്കെ അങ്ങോട്ട് പോണ വഴിക്ക് ഒരുപാടുണ്ട്. എന്താ പറയാനുള്ളത്? എന്താ വലിയ കൊമ്പില്ലേ? ബ്രോ കൊമ്പ് വഴുത്തത് ശരിക്കും നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇങ്ങനെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ റോഡിന്റെ മുന്നിൽ വെച്ച് കാണാൻ തുടങ്ങിയത് ഫിൻലാൻഡിലല്ലേ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മൾ യാത്ര തുടങ്ങിട്ടോ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സ്വരിയ എന്ന് പറഞ്ഞാൽ സ്വീഡനിലാണ്. അങ്ങനെ ഇനി നമ്മൾ സ്വീഡൻ കഴിഞ്ഞാൽ നേരെ നോർവേ. ഓപ്പൺ ആണ്. അപ്പം നമ്മളിത് വാങ്ങിച്ചുട്ടാ. നല്ല ഫ്രഷ് സാധനം. നമ്മൾ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അവർക്ക് പാവുന്നുള്ളൂ. പായതായത് അവരെന്നെ ഒരു 7-10 days ഒക്കെ ആകുമ്പോൾ പറിച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇതിൽ കൂടെ പോണവർ കാണുമ്പോൾ ഇറങ്ങിയിട്ട് വാങ്ങിക്കുക. സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന യാത്രയിൽ പല ഭാഗങ്ങളിലും നമുക്കിങ്ങനെ ഫ്രഷ് സ്ട്രോബെറികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇപ്പോൾ ഈ ബ്രിഡ്ജ് കണ്ടാൽ ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലാവും നമ്മളിപ്പോൾ സ്റ്റോക്ക്ഹോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വഴിക്ക് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും കാണാത്ത നമ്മളെ ഫ്രണ്ട്സുകളെ നമ്മൾ ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി നല്ല അടിപൊളിയായിട്ടുള്ള മനസ്സും വയറും നിറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ മലപ്പുറത്ത് തന്നെ ഉള്ളതാട്ടോ. ഫാസിൽ എന്നാണ് അവരുടെ പേര്. അവരുടെ ഫാമിലിയും എല്ലാവരും കണ്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. പിന്നെ നമ്മൾ അന്ന് രാത്രി നേരെ പോയത് നമ്മളിവിടെ അവിടുന്ന് ഒരു 1 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്ത് നമ്മളൊരു ക്യാബിന് ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. കാക്കു, എന്താണ് നമ്മുടെ യാത്ര അപ്ഡേറ്റ്സ്? യാത്ര അപ്ഡേറ്റ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇന്നലെ നമ്മൾ സ്വീഡനിലൊരു ക്യാബിനിലായിരുന്നു സ്റ്റേ. ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നമ്മൾ നിലമ്പൂരുള്ള ആള് ഫാസിൽ എന്ന് പറയും. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി അവനെ കണ്ടു. അപ്പോൾ ആ വരുന്ന വഴിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് മെസ്സേജ് ചെയ്തു. അപ്പോൾ അവൻ അവിടെ വീട്ടിലുണ്ട്. അങ്ങനെ കണ്ടു. നല്ല അടിപൊളി ചോറും ബീഫൊക്കെ കഴിച്ചു. കുറേ യാത്രക്കിടയിൽ കുറേ ദിവസം 2 ആഴ്ചയായിട്ട് ഫുള്ള് ബർഗറും പിസയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നല്ല ബീഫും ചോറും കറിയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ചു. പിന്നെ ക്യാബിനിൽ വന്നു. നന്നായിട്ടൊന്ന് ഉറങ്ങി. ഇന്ന് രാവിലെ ഇത് വീണ്ടും ക്യാബിന് ചെക്കൗട്ട് ചെയ്ത് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പം ഇനി പോണ വഴിക്ക് നമ്മളെ നോർവേയിൽ ഉണ്ടായിരുന്ന നമ്മളെ ഫ്രണ്ട് ഉണ്ട്. അവൻ ഇപ്പം ഇങ്ങോട്ട് സ്വീഡനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അത് പോണ വഴിക്കാണ്. അറഫാത്തും ഭാര്യയുണ്ട്, വൈഫുണ്ട് പിന്നെ സ്വീഡനിൽ. അവിടെ ഒന്ന് കയറണം, അവനെ കാണണം. പിന്നെ നേരെ അവിടുന്ന് തിരിച്ചു പോവാം. നമ്മൾ ഈ ലോങ് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നൊന്ന് നിർത്തണം എന്ന് തോന്നിയാൽ ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് അവിടെ റെസ്റ്റിംഗ് റൂമാണെങ്കിൽ ഉണ്ടാവും. അല്ല നമുക്ക് ഇനിയിപ്പോൾ വണ്ടിയിൽ കിടന്ന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടാവും. കാക്കുണ്ടോ ഡ്രൈവ് ചെയ്യുന്നതിൽ ക്ഷീണം തോന്നിയപ്പോൾ നിർത്തിയതാണ്. അവർ കുറച്ച് നേരമൊക്കെ ഉറങ്ങി. അങ്ങനെ ഞാനും കുട്ടികളും ഞാൻ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരവിടെ കളിച്ചുകൊണ്ടിരിക്കും. നമ്മളെ അങ്കിളുടെ അർഫാത്ത് അങ്കിളുടെ വീട്ടിൽ പോണ്ടേ? ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വഴിയിൽ അവിടെയും ഇവിടെയൊക്കെ ഓരോ ഷോപ്പിലും അവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ പോയത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ. അങ്ങനെ അവരെ വീട്ടിൽ ചെന്ന് അന്നത്തെ ദിവസം അവൾ നല്ല ഹോം മെയ്ഡ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് നമ്മൾ നല്ല റെസ്റ്റ് എടുത്ത് ഉറങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പിന്നെ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വന്നതാട്ടോ. ഇതൊരു ഉഷാറില്ലാത്ത കണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഇവര് വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു 5-8 മിനിറ്റിൽ നമുക്ക് പോവാം. അങ്ങനെ അത്യാവശ്യം വെയിലുണ്ട്. ഇവിടെ ആളുകൾ വരുന്നും പോണൊക്കെ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരെ മാക്സിമം ഉൾപ്പെടുത്തുന്നില്ല. ബേബി എനിക്ക് കളിച്ചാൽ മതിയായോ? അപ്പൊ ഈ സിമ്മ് ചെയ്തില്ലല്ലോ. മതിയായോ?
അങ്ങനെ കളിയും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി നമ്മൾ നേരെ അവരെ വീട്ടിൽ പോയി ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിട്ടോ. അവരെ കൂടെ ആയാലും മക്കൾ ഭയങ്കര ഹാപ്പിയായി അന്നത്തെ ദിവസം. അവർക്ക് അവിടുന്ന് തീരെ പോരാനൊന്നും വലിയ പൂതിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ യാത്ര തുടങ്ങി. അന്നത്തെ സ്കൈ കണ്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ കുറേ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഫൈനലി നോർവേയിലെത്തിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ ലൊഫോത്തൻ നോഡ്കാപ്പ് ട്രിപ്പൊക്കെ കഴിഞ്ഞത് ഞങ്ങളിത് ഇന്നലെ ഇവിടെ എത്തിയിട്ടോ. ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിയോട് കൂടിയാണ് എത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 16-17 ദിവസം കൊണ്ട് ഏകദേശം 5000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. അതെ, 5000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് കണ്ട സ്ഥലങ്ങൾ. ഇവിടുന്ന് നമ്മൾ ത്രോനായം, ബൂതോന്ന് ലുഫോത്തന് പിന്നെ നമ്മൾ ഏകദേശം 5-6 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് കറങ്ങി. പിന്നെ അവിടുന്ന് നമ്മൾ ആൾട്ടേന്ന് നൂഡ്കാപ്പ് നമ്മൾ അവിടെ അവിടുത്തെ ഇത് കണ്ടിന്യൂഷൻ തിരിച്ച് നൂഡ്കാപ്പായിരുന്നു നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടുന്ന് നമ്മൾ തിരിച്ച് ഫിൻലാൻഡ് വഴി, അതായത് ഫിൻലാൻഡ് സ്വീഡൻ വഴിയാണ് തിരിച്ച് നമ്മൾ നോർവേയിൽ വന്നത്. ഫിൻലാൻഡിലും സ്വീഡനിലും നമ്മൾ ജസ്റ്റ് നമ്മളെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അവിടെ 1-2 ദിവസം സ്റ്റേ ചെയ്തു. പിന്നെ ഫിൻലാൻഡിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു. അവിടെ ഞങ്ങൾ സ്ഥലങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, കാരണം നമ്മൾ വരുന്ന ബൈക്കുള്ളൂ. പിന്നെ സ്വീഡനിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ സ്റ്റേ ചെയ്തു. അത് വേറൊരു ഫ്രണ്ടിനെ കണ്ടു മീറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞത് ഇന്നലെ ഇവിടെ എത്തി. യാത്രയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? ഡ്രൈവ് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പിന്നെ പലരും നമ്മളോട് ചോദിച്ചാണ് കുട്ടികൾ ഇരിക്കുമോ വണ്ടിയിൽ, പിന്നെ ഇത്രയും കിലോമീറ്റർ ഇത്രയും ദൂരം 2 ആഴ്ചക്ക് കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പം അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരതിനനുസരിച്ചാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്തത്. നമ്മൾ മാക്സിമം ഒരു ദിവസം പിന്നെ ഇപ്പോൾ ലുഫോത്തിന് നമ്മൾ 5 ദിവസം സ്റ്റേ ചെയ്ത സമയത്ത് നമുക്ക് കൂടുതൽ ഡ്രൈവ് ഒന്നുമില്ല. വെറും പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുന്നു, ഇവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ബീച്ചിൽ കളിസ്ഥലങ്ങളൊക്കെ നിർത്തി ഇവർ ഫുൾ ഹാപ്പി ആയിരുന്നു. പിന്നെ മാക്സിമം നമ്മൾ ഒരു ദിവസം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂറേ നമ്മൾ ഡ്രൈവ് ചെയ്യുള്ളൂ. അത് നമ്മളൊരു 10-12 മണിക്കൂറിലൊക്കെയാണ് ആ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യുക. കാരണം നമ്മൾ പല സ്ഥലത്തും നിർത്തി പോണ കാരണം ഇവരൊരിക്കലും കുട്ടികൾക്ക് ആ യാത്രൻ്റെ മടുപ്പൊന്നും ഒരിക്കലും വന്നിട്ടില്ല. ഇല്ലല്ലോ? നമ്മളെ യാത്ര അടിപൊളിയായിട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി, അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിതിൻ്റെ വീഡിയോ. നമ്മൾ ഓരോ വീഡിയോസും ഓരോ ഡേ വെച്ചിട്ടുള്ള ഓരോ കാഴ്ചകളും ഇത് നമ്മൾ വീഡിയോ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.